സോ റീസെൻ്റ്ലി ഷൈനെക്സ് പ്രോ എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി അവിടെ ഒരു പ്രോഡക്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് അയച്ചു തന്നിരുന്നു. എസെൻഷ്യൽ വാഷ് ആൻഡ് ഷൈൻ കിറ്റ് എന്നാണ് അവർ തന്ന പ്രോഡക്റ്റിൻ്റെ നെയിം. ആക്ച്വലി ഇത് അവരുടെ കാറ്റലോഗിലെ ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്ട്സിനെ ഒരു പാക്കേജ് ആക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു യൂണിറ്റാണ്. ഇതിനുള്ളിൽ പ്രധാനമായിട്ട് നമുക്ക് 6 കമ്പോണൻസ് ആണ് കിട്ടുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് അവരുടെ ഫോം ക്യാനൻ, അതായത് ഫോം മാസ്റ്റർ ഫോം ക്യാനൻ എന്ന് പറയുന്ന ഒരു ഫോം സ്പ്രെയർ ആണത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് സെൻറ്ററിലൊക്കെ കാണുന്ന പോലെ നല്ല മഞ്ഞ് പോലുള്ള പത നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി സഹായിക്കാൻ അവരുടെ 2 ഷാംപൂസ് അതിനൊപ്പം വരുന്നുണ്ട്. കൂടെ കാറിൻ്റെയൊക്കെ വിൻഷീൽഡ് ക്ലീൻ ചെയ്യാനുള്ള ഒരു വിൻഷീൽഡ് ക്ലീനർ സൊല്യൂഷനും അതിനകത്തുണ്ട്. 2 ക്ലീനിങ് ക്ലോത്തുകളുണ്ട്. അതിലൊരെണ്ണം 500D മൈക്രോ ഫൈബർ ക്ലോത്താണ്, മറ്റൊരെണ്ണം നമ്മുടെ വാഷിംഗ് മിറ്റുമാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അത് യൂസ് ചെയ്ത് തന്നെ നോക്കാം. ആദ്യം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വണ്ടി മൊത്തത്തിലൊന്ന് റിൻസ് ചെയ്യാൻ പോവാണ്. എന്നിട്ടൊരു 5 മിനിറ്റ് അങ്ങനെ ഇട്ടേക്കാം, കാരണം വെള്ളം കൊണ്ട് ഉള്ള ചെളിയൊക്കെ ഒന്ന് കുതിർന്ന് വരാനായിട്ട്. ആ ടൈം കൊണ്ട് നമുക്ക് ആ ഒരു സ്നോ ഫോം ക്യാനനിലേക്ക് ഷാമ്പൂവും കാര്യങ്ങളൊക്കെ ഒന്ന് ലോഡ് ചെയ്യാം. എന്നിട്ട് അത് വണ്ടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് കഴുകുന്നതിന് മുമ്പേ ആ ഒരു വാഷിംഗ് മിറ്റ് യൂസ് ചെയ്തിട്ട് പതഞ്ഞിരിക്കുന്ന ഫോമിനെ നമുക്ക് വണ്ടിയിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് പിടിപ്പിക്കണം. കാരണം നല്ല കട്ട പിടിച്ചിരിക്കുന്ന ചെളിയൊക്കെ അലിഞ്ഞു പോകാനായിട്ട് നമ്മൾ തന്നെ കൈ കൊണ്ട് അതൊന്ന് റബ്ബ് ചെയ്താൽ മാത്രമേ പോവുള്ളൂ. എന്നിട്ട് വെള്ളം ഒഴിച്ച് റിൻസ് ചെയ്യുക. എന്നിട്ട് അവരുടെ ആ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് വണ്ടിയെ ഡ്രൈ ഓഫ് ചെയ്തെടുക്കുക. ഇത്രയാണ് ചെയ്യാൻ പോകുന്ന പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ കിറ്റിനുള്ളിൽ വരുന്ന ഷൈനെക്സ് പ്രോ ഫോം മാസ്റ്റർ സ്നോ ഫോം ക്യാനൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫുൾ പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷനാണ് വന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ അങ്ങനെ ചീപ്പ് പ്ലാസ്റ്റിക് ഒന്നുമല്ല, അത്യാവശ്യം നല്ല ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ്. ഈ ഒരു നോസിലാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ഈ കമ്പോണൻസ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇതിലേക്ക് ഈ നല്ല സ്നോ പോലത്തെ ഫോംസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അവരുടെ ഈ ഒരു ബബിൾ വാഷ് സ്നോ ഫോം ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ 2 ബോട്ടിൽ നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നുണ്ട്. അതിൽ ഈ ബോട്ടിലുള്ള ഷാമ്പൂ ആണ് നമ്മൾ ഈ ഒരു ഫോം ക്യാനൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത്. മറ്റേ ബോട്ടിലുള്ളത് നമുക്ക് ബക്കറ്റിൽ മിക്സ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അതും ഇതിലൊഴിക്കാം, പക്ഷേ ബെസ്റ്റ് റിസൾട്ടിനായിട്ട് നിങ്ങൾ ഈ ഒരു ഷാമ്പൂ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കമ്പനി റെക്കമെൻഡഡ് അളവെന്ന് പറയുന്നത് 500 ml വെള്ളത്തിന് 20 ml ഈ ഒരു ഷാമ്പൂ എന്നുള്ള നിലയ്ക്കാണ്. ഈ ഒരു ക്യാനകത്ത് നമുക്ക് 1.5 ലിറ്റർ വരെ വെള്ളം കൊള്ളും. അപ്പോൾ മാർക്കിങ്സും ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 500, 1, 1.5. ഇതിൽ നമ്മൾ 500 വരെയാണ് വെള്ളം നിറയ്ക്കാൻ പോകുന്നത്. എന്നിട്ട് അതിൽ ഇവർ ഈ കിറ്റിൻ്റെ കൂടെ തന്നെ തരുന്ന ഈ ഒരു മെഷറിംഗ് കപ്പിൽ 20 ml ഷാമ്പൂവും കൂടെ അളന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഷാമ്പൂവും വാട്ടറും കൂടെ ഈ ഒരു ഫോം ക്യാനിനകത്തേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഈ കാണുന്ന ലിവറിൽ നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് ഈ ലിവറിൽ നിന്ന് തിരിച്ച് നമുക്ക് നല്ല പ്രഷർ, അതായത് ഇനി ഇത് താഴോട്ട് പോവില്ല എന്നൊരു സ്റ്റേജ് വരുന്നിടം വരെ നന്നായിട്ട് ലോഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഫോം ഗൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ വണ്ടി മൊത്തത്തിൽ ഫോമിൽ കുളിപ്പിച്ചിട്ടിരിക്കുകയാണ്. അതിനെ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് സെറ്റിൽ ആവാനായിട്ടിരിക്കുക. ആ ഒരു സ്നോ ഫോം വണ്ടിയിലെ ചെളിയുമായിട്ടൊക്കെ ഒന്ന് ആക്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൊടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും മിനിമം കൊടുക്കുക. ആ ടൈം കൊണ്ട് നമുക്കൊരു ബക്കറ്റിൽ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക. ഇനി കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ കാണുന്ന ബബിൾ വാഷ് സ്നോ ഫോം ഷാമ്പൂ, അതായത് നമ്മൾ ബക്കറ്റിലും നമ്മുടെ ഫോം ക്യാനലിലും എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഈ 2ാമത്തെ ബോട്ടിലേത് ഒരു 50 ml 1 ലിറ്റർ വെള്ളത്തിലെന്നാണ് അവർ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ബക്കറ്റ് യൂസിനാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിന് 20 ml എന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മളിവിടെ ഒരു 1/4 ബക്കറ്റ് വെള്ളമോളം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ലിറ്റർ വെള്ളം അടുത്ത് വരും. അപ്പം ഇതിൽ പറയുന്ന കറക്റ്റ് അളവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിക്കുള്ള ചെളിയൊക്കെ പോകുമെങ്കിലും നമ്മുടെ വണ്ടിയിലുള്ള ചെളിക്ക് അനുസരിച്ച് മാത്രം നമ്മൾ ഈ സാധനം യൂസ് ചെയ്താൽ മതി. റെക്കമെൻഡേഷൻസ് ഒക്കെ ഇവർ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കിത് അധികം യൂസിന് വേണ്ടി നിൽക്കത്തില്ല. സോ എന്തായാലും നമ്മുടെ വണ്ടിയിലുള്ള ചെളിയുടെ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ യൂസേജ് അനുസരിച്ച് നിങ്ങളിത് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 1/4 ബക്കറ്റിന് ഇവർ തന്നിരിക്കുന്ന മെഷറിംഗ് കപ്പിൽ ഒരു ഫുള്ള് അടപ്പാണ് യൂസ് ചെയ്യാൻ പോകുന്നത്.
ഇതാണ് നമ്മുടെ ഈ ഒരു കിറ്റിൻ്റെ കൂടെ വരുന്ന ShineX Proയുടെ വാഷ് മിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള മിറ്റുകൾ വെച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു മിറ്റ് തന്നെയാണിത്. നമുക്ക് കയ്യിലിടുമ്പോഴാണെങ്കിലും നല്ല കംഫർട്ടബിൾ ഫീൽ തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് ഇത് ഊർന്ന് പോകും എന്നുള്ളൊരു കാര്യമൊന്നുമില്ല. വളരെ കംഫർട്ടബിളായിട്ട് തന്നെ കൈ കിടന്നോളും. അപ്പം ഇത് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ റിൻസ് ചെയ്തിട്ട് വണ്ടി മൊത്തത്തിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഈ മിറ്റ് യൂസ് ചെയ്യുമ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് നമ്മുടെ ഹാൻഡിൽ ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നൊന്ന്, ഇതിൽ നല്ലപോലെ പത നിൽക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും കൊണ്ട് റിൻസ് ചെയ്യേണ്ട കാര്യമില്ല. ഇടയ്ക്ക് ഡേർട്ടി ആയെന്ന് തോന്നുമ്പോൾ ഒന്ന് മുക്കിയിട്ടെടുത്താൽ തന്നെ ഇതിൽ നല്ല രീതിക്ക് പത റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിൽ ഇതിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സർഫസ് സ്ക്രാച്ച് ആവുന്നുള്ളൊരു പേടി വേണ്ട. എപ്പോഴും ഇതിലൊരു സോപ്പിൻ്റെ അംശം നിൽക്കും. അതിലുള്ള വേറൊന്നാണ് ഇതിലെ ഗ്രിപ്പ്. അതായത് ഈ ചെറിയ ഏരിയാസിലൊക്കെ തന്നെ ചെളികൾ നമുക്ക് നമ്മുടെ ഈ വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളകി പോരുന്നുണ്ട്. അതിപ്പോൾ ഈ ഒരു ഷാമ്പൂ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ അത് ഇളകിയിരിക്കുകയാണ്. എന്നാലും ചെറിയ പോയിന്റിൽ വരെ നമുക്കിത് ആക്സസിബിൾ ആണ്. അതുപോലെ ഇതിൽ നല്ല ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറേ നാളുകളായ ചെളിയൊക്കെ തന്നെ ആണെങ്കിലും നല്ലപോലെ അതും ഇളകി വരുന്നുണ്ട്. അപ്പം ഈ ഒരു കിറ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ആ ഫോം ക്യാനാണ്. രണ്ടാമത് പറയുന്നത് ഈ ഒരു വാഷിംഗ് മിറ്റായിരിക്കും. ഇനിയും ഇതുവരെ നമ്മൾ ഈ അപ്ലൈ ചെയ്ത സോപ്പും ഈ വണ്ടിയിലെ ചെളി എല്ലാം തന്നെ വെള്ളം അടിച്ചിട്ട് വാഷ് ചെയ്ത് കളയാൻ പോകണം. വാഷിംഗ് പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നമ്മൾ ഈ ഒരു 500D മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് വാഹനത്തെ ഡ്രൈ ഓഫ് ചെയ്യാൻ പോകണം. അങ്ങനെ നമ്മൾ വണ്ടി മൊത്തം കഴുകി തുടച്ച് കുട്ടപ്പനാക്കിയിരിക്കുകയാണ്. ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് എന്തോരം വീഡിയോയിൽ മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഞാൻ പറയാം ഗൈസ്, ദിസ് ഈസ് അടിപൊളി. അതായത് നേരത്തെ ഉണ്ടായിരുന്ന കോലത്തിൽ നിന്ന് ഇത് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഉണ്ടോ, നമുക്ക് ആ ഒരു ക്ലീൻനെസ് നമ്മളെപ്പോഴും നോക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കൈവറിൽ ഓടിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു ഫ്രിക്ഷൻ ഫീൽ ചെയ്യും. ആ ഒരു സ്റ്റേജിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രീമിയം മണിക്ക് പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ് ShineX Pro ഡെലിവറി ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമുക്ക് ഒരു സിംഗിൾ ഒരു സ്ട്രോക്കിൽ തന്നെ വണ്ടി നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. വെള്ളമെല്ലാം എന്താ ഈ വണ്ടിയുടെ എൻ്റയർ വെള്ളം ഈ ഒരു ക്ലോത്തിനകത്തേക്ക് ഇത് അബ്സോർബ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് പിഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വണ്ടി കഴിയണം, ഇത് പിഴിഞ്ഞ് കഴിയുമ്പോൾ കാണാം ആ വെള്ളമെല്ലാം ഇറങ്ങി വരും. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ പാടവിടെ നിൽക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് വെള്ളം അവിടെ പറ്റി പിടിച്ചിരിക്കുക, അങ്ങനെയുള്ള ഒരു ബിഹേവിയറും ഈ ഒരു ക്ലോത്തിൻ്റെ ഭാഗത്തൊന്നുമില്ല. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണിത്. മറ്റ് പ്രൊഡക്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ആ വാഷിംഗ് ഫോമും കാര്യങ്ങളും എല്ലാം തന്നെ നല്ല രീതിക്ക് വണ്ടി നിന്ന് ചെളി കളഞ്ഞിട്ടുണ്ട്. വണ്ടി നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുണ്ട്. നേരിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അതൊരു കംപ്ലീറ്റ് സെൻസിൽ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റുകളുടെ പ്രൈസ് വരുന്നത് 2800 രൂപയാണ് അവരുടെ സൈറ്റിലുള്ള MRP എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ 5% ഡിസ്കൗണ്ട് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതിനൊരു കൂപ്പൺ കോഡും ഉണ്ട്, ODM05 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസിങ് ടൈമിൽ 5% ഡിസ്കൗണ്ട് പ്രൊഡക്റ്റ്സിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു എസെൻഷ്യൽ വാഷ് ആൻഡ് ഷൈൻ കിറ്റിലുള്ള എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും വാങ്ങാൻ സാധിക്കുന്നതാണ്. അതും ShineX Pro സൈറ്റിൽ സെപ്പറേറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലോത്ത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വാങ്ങിക്കാൻ സാധിക്കും. അതല്ല ആ ഒരു വാഷിംഗ് മിറ്റ് മാത്രം മതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. ഫോം മാസ്റ്റർ ഫോം Canon മതി എന്നുണ്ടെങ്കിൽ അതും സെപ്പറേറ്റ് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ഒരു വാഹനം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ വാഹനങ്ങളൊക്കെ കഴുകാൻ ആവശ്യമായ എല്ലാ എസെൻഷ്യൽ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കിറ്റാണ് ഈ ഒരു വാഷ് ആൻഡ് ഷൈൻ കിറ്റ് എന്ന് പറയുന്നത്. എന്തായാലും വാഹനങ്ങളുള്ള ആൾക്കാർ, വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ, അതെപ്പോഴും തൂത്തുടച്ച് വൃത്തിയാക്കി വെക്കുന്ന ആൾക്കാർ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓൾസോ എ വെരി ബിഗ് താങ്ക്സ് ടു ShineX Pro. നമുക്ക് ഈ ഒരു കിറ്റ് അയച്ചു തന്നതിൽ അവർ തന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സാധനം ഇപ്പോൾ ടെസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചത്. ഇതല്ലാണ്ട് അവർ നമുക്ക് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് വളരെ ഇതിനെപ്പറ്റി പൊക്കി പറയാനൊന്നും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ യൂസ് ചെയ്യുന്ന 100% എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് നിങ്ങൾക്ക് വാലിഡ് ആണ്. അതായത് ഈ വീഡിയോ നിങ്ങൾ എന്ന് കണ്ടിട്ട് പോയി ഈ സാധനം പർച്ചേസ് ചെയ്താലും ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അങ്ങനൊരു ഫെസിലിറ്റി ചെയ്ത് തന്നാലും അവർക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പം ബൈക്ക്
മാത്രമല്ല കാറും ഞാൻ ഇത് വെച്ച് വാഷ് ചെയ്യായിരുന്നു. പക്ഷേ നിങ്ങൾക്കൊക്കെ ബൈക്ക് കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു RR310 കഴുകി കാണിച്ചതും. കാറിൽ യൂസ് ചെയ്യുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. കാരണം കാറിൻ്റെ സർഫസൊക്കെ തന്നെ വെൽ ക്ലീൻ ആയിട്ട് പഴയ ഉണ്ടായിരുന്നതിനേക്കാളും ഒരു പുതിയ ഷൈനിങ് നമുക്ക് വാഹനത്തിൽ ഫീൽ ചെയ്യുന്നതാണ്. അതപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാലും മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഇനി എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റായിട്ട് ചോദിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയെല്ലാം ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വണ്ടിയുമായിട്ട് കാണുന്നുണ്ട്. ഇറ്റ്സ് മീ നിജിൻ, സൈനിങ് ഔട്ട്.